കോട്ടയം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ സംഘർഷം. യാത്രക്കാരും കെ.എസ്.ആർ.ടി.സി ജീവനക്കാരും തമ്മിലാണ് പ്രശ്നം. മതിയായ ബസ്സില്ലാത്തതാണ് രാത്രിയിൽ പ്രതിസന്ധിയായി മാറിയത്. സ്റ്റാൻഡിലേക്ക് വരുന്ന ദീർഘദൂര ബസ്സുകളിൽ റിസർവേഷൻ യാത്രക്കാരെ മാത്രമേ കയറ്റിയുള്ളൂ. ഇത് ചോദ്യം ചെയ്ത യാത്രക്കാരും കെ.എസ്.ആർ.ടി.സി ജീവനക്കാരും തമ്മിലെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായി. സഹികെട്ട യാത്രക്കാർ ചില റിസർവേഷൻ ബസ്സുകളെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. റിസർവേഷൻ ചെയ്യാത്തവർക്ക് യാത്ര ചെയ്യാൻ ബസ്സില്ലാത്തതിന് കാരണം പറയാൻ കോട്ടയത്തെ കെ.എസ്.ആർ.ടി.സി അധികൃതർക്ക് കഴിഞ്ഞില്ല. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ബസ്സുകൾ ഭൂരിഭാഗവും ശബരിമലയിലാണ്. ഈ സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിലെ സാധാരണ സർവീസുകളെല്ലാം താളം തെറ്റിയെന്നാണ് സൂചന. കോട്ടയം സ്റ്റാൻഡിലേക്ക് എത്തിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളടക്കം ബസ് കാത്തുനിന്നവർ തടഞ്ഞിട്ടു. ഇത് ഡ്രൈവർമാരും യാത്രക്കാരും തമ്മിൽ തർക്കമായി മാറുകയും ചെയ്തു. അയ്യപ്പ ഭക്തർക്ക് സുഗമയാത്രയൊരുക്കാൻ ആദ്യഘട്ടത്തിൽ കെ.എസ്.ആർ.ടി.സി ഓടിക്കുന്നത് 450 ബസ്സായിരുന്നു. ഇതിൽ 202 ബസ്സുകൾ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി ഉപയോഗിക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും 3 ബസ് വീതമാണ് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഓടുന്നത്. ഭക്തരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഓടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പല ബസ്സുകളും പമ്പയിലാണ്. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസ്സുകൾ ഉൾപ്പെടെയാണിത്. നിലയ്ക്കൽ പമ്പ സർവീസിനായി 350 വീതം ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും നിയന്ത്രണത്തിനുമായി 95 ജീവനക്കാരെയും കെ.എസ്.ആർ.ടി.സി നിയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കെ.എസ്.ആർ.ടി.സിയുടെ പ്രതിദിന സർവീസുകളെ ബാധിച്ചു. ഇതിന്റെ പ്രശ്നമാണ് കോട്ടയത്തെ ബസ് സ്റ്റാൻഡിലും പ്രതിഫലിക്കുന്നത്. മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങിയ ശേഷം പമ്പ സർവീസിലൂടെ കെ.എസ്.ആർ.ടി.സിക്ക് പ്രതിദിനം ലഭിക്കുന്ന കളക്ഷൻ ശരാശരി 50 ലക്ഷം രൂപയിൽ അധികമാണ്. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ 180 ചെയിൻ സർവീസുകളാണ് ദിവസേന നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസേന 275-300 ദീർഘദൂര സർവീസുകളും നടത്തുന്നുണ്ട്. ഇത് ഭൂരിഭാഗവും മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമാണ്. നിലവിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ക്രൗഡ് ഉണ്ട്. ആരും ബസ്സില്ലാണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ പോലീസും ഒക്കെ ഇവിടെ സ്ഥലത്തുണ്ട്. നിലവിൽ റെയിൽവേ കെ.എസ്.ആർ.ടി.സിയിലെ ഉദ്യോഗസ്ഥർ അവരുടെ ഡോറ് അതിശക്തമായ രീതിയിൽ അവർ അടയ്ക്കുമായിരുന്നു. അവരാരോടും യാതൊരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാണ്ട രീതിയിൽ അവരടച്ച് വർത്തമാനങ്ങളൊന്നും ഇവർക്കുള്ളൊരു കറക്റ്റ് ഒരു റിപ്പോർട്ട് എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ബസ് എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ അടുത്ത് പറയുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. Ini
മനസ്സിലായി